ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിന്റെ രണ്ടാം പാദ മത്സരത്തിൽ ഒന്നിനെതിരെ 4 ഗോളുകൾക്ക് FC ബാഴ്സലോണയെ തകർത്ത് വിട്ടിരിക്കുന്നു PSG. FC ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം. എംബാപ്പെ ഇരട്ട ഗോൾ നേടി, ഡെംബെലെ, വിട്ടിഞ്ഞ എന്നിവരാണ് PSGക്ക് വേണ്ടി മറ്റു ഗോൾ സ്കോറർമാർ. റാഫിഞ്ഞയാണ് ഈ ഒരു മത്സരത്തിൽ FC ബാഴ്സലോണയ്ക്ക് വേണ്ടി ഏക ഗോൾ സ്കോർ ചെയ്തത്. റാഫിഞ്ഞയിലൂടെ ഈ ഒരു മത്സരത്തിൽ FC ബാഴ്സലോണ ആദ്യം ലീഡ് എടുത്തതാണ്. പക്ഷെ ബാർക്കോലയെ ഫോൾ ചെയ്തതിന് അരജോ ഡി സിൽവ ഉറുഗ്വൻ താരത്തിന് റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു. ഇതാണ് ഈ ഒരു മത്സരത്തിന്റെ ടേണിംഗ് പോയിന്റ്. ഇതിനുശേഷമാണ് FC ബാഴ്സലോണയ്ക്കെതിരെ PSG മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച കണ്ടത്. എംബാപ്പെ ഒക്കെ മികച്ച പ്രകടനമാണ് ഈ കാഴ്ചവെച്ചത്. ശരിക്കും ഡെംബെലയാണ് ഈ ഒരു മത്സരത്തിൽ FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയതെന്ന് പറയാം. ഡെംബെലെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്നാലും ഒന്നിനെതിരെ 4 ഗോളുകൾക്ക് FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തി PSG 2023-24 സീസണിലെ യുഎഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി. സാവിക്ക് കീഴിൽ FC ബാഴ്സലോണയ്ക്ക് ഇത്തവണ ക്വാർട്ടർ ഫൈനലിൽ നിന്നും പുറത്താകേണ്ടി വന്നു. സാവിക്ക് ഒരു റെഡ് കാർഡൊക്കെ കണ്ടിരുന്നു ഈ ഒരു മത്സരത്തിൽ. എന്തായാലും ആവേശകരമായ പോരാട്ടമായിരുന്നു. ഒന്നിനെതിരെ 4 ഗോളുകൾക്ക് FC ബാഴ്സലോണയെ പരാജയപ്പെടുത്തി PSG ഇത്തവണത്തെ 2023-24 സീസണിലെ യുഎഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിന് യോഗ്യത നേടിയിരിക്കുന്നു.